ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഡെലിവറിയുടെ തൊട്ടു മുമ്പ് ഉള്ളൊരു ചെക്കപ്പിന് പോകുന്നൊരു വ്ളോഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലെത്തിയപ്പം ഡെലിവറിക്കുള്ള സമയമായി, അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഡെലിവറി സ്റ്റോറി വീഡിയോ ആക്കി മാറ്റിയതാണ്. അപ്പോൾ യു എയിലുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ജൂൺ 23, 24 ഒക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പം May 30 ചെക്കപ്പിന് പോയപ്പം അവിടുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിന് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട്, അതുവരേക്കൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജൂൺ 5 കഴിഞ്ഞപ്പം ചെറിയ ബാക്ക് പെയിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് ഉമ്മാക്ക് വിളിച്ചപ്പം, ഇക്കാട് ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇനിയും ബാക്ക് പെയിൻ വരികയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് ജൂൺ 9 ഒരു ചെറിയൊരു കുളത്തിപ്പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു വയറ്. അപ്പം ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഡെലിവറി ബാഗ്, അതായത് ഹോസ്പിറ്റൽ ബാഗൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പോകുമ്പോൾ എന്തായാലും ബാഗൊക്കെ കൊണ്ടുപോയിക്കൊണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ജസ്റ്റ് ഒരു ചെക്കപ്പ് അത്രയേ ഉള്ളൂ. എനിക്ക് പെയിനൊന്നും അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു കൊളത്തി പിടിക്കലും ബാക്ക് പെയിനും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് പെയിൻ വന്നിട്ടൊന്നുമല്ല കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും മക്കളുടെ മനസ്സിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ചെക്കപ്പിന് പോകുന്നു, പെട്ടിയൊക്കെ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് ഇക്കാടെ ഉമ്മ അങ്ങനെ പറഞ്ഞു ഇനിയും വെയിറ്റ് ചെയ്യരുത്, രാവിലെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇക്കാക്കും എനിക്കൊക്കെ ഒരു പേടിയായി. നമുക്ക് പെയിനില്ല, പക്ഷേ ഇങ്ങനെ നാട്ടിലുള്ളവർ മൂത്തവരൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഇല്ലാണ്ട് പറയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കി തിരിച്ച് വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്, തിരിച്ച് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇനിയും ഒരുപാട് ദിവസം ഉണ്ടല്ലോ ഡ്യൂ ഡേറ്റ് ആവാൻ. അതുപോലെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അജ്മാനിൽ തന്നെ 2 തുമ്പെ ഹോസ്പിറ്റലുണ്ട്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ്. അതായത് GMC ഹോസ്പിറ്റൽ തുമ്പയാക്കി മാറ്റിയിട്ടുള്ള ഹോസ്പിറ്റലിലായിരുന്നു, പഴയ ഹോസ്പിറ്റലാണത്. അവിടെയായിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. അവിടെ കാണിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറുണ്ട്, കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള. എൻ്റെ ഒരു ഫ്രണ്ട് സുരന്യ, അവൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടറിനെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉമ്മൽക്കോയിലിന് കാണിച്ചിട്ടുള്ള ഡോക്ടറും ഈ ഒരു ഡോക്ടറെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഡോക്ടറെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ ഡെലിവറിക്ക് പോകുന്ന ഈ ഒരു ഡേ ജൂൺ 10 ഈ പഴയ GMC, അത് പഴയ തുമ്പെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡെലിവറി പേഷ്യൻസിനെയും അതുപോലെ ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ ഈ പുതിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ഇനി ആ പഴയ ഹോസ്പിറ്റലിൽ ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് പുതിയ ഹോസ്പിറ്റൽ കേട്ടോ, തുമ്പെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, അൽജർഫിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഡേ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അവരെ ഷിഫ്റ്റ് ആക്കിയിട്ടുള്ളതും. അപ്പം എന്തായാലും ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ, ഫസ്റ്റ് ഡേ തന്നെയല്ലേ. അപ്പോൾ അന്ന് വരണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചിട്ട് നമ്മളെ പറഞ്ഞയച്ചതാണ്. വീട്ടിലുള്ളവരൊക്കെ എന്തായാലും പോയിട്ട് വാ, ചെക്കപ്പിന് പോയിട്ട് വാ, അഡ്മിറ്റ് ആവുന്നില്ലെങ്കിൽ തിരിച്ച് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഡെലിവറിയുടെ സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് നേരത്തെ ഒന്ന് ഹോസ്പിറ്റലൊന്ന് കണ്ടു വയ്ക്കുന്നതൊക്കെ. അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഒട്ടും വിചാരിച്ചിട്ടില്ല ഇന്ന് എൻ്റെ ഡെലിവറി ഡേറ്റ് ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു സങ്കടമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ മക്കളെ കയറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. കാരണം മുമ്പത്തെ ഹോസ്പിറ്റലിൽ, പഴയ തുമ്പെ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്സിന് അലൗഡ് അല്ലാന്ന്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് കിഡ്സിനെ കണ്ടു. പിന്നെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ കുറച്ച് നന്നായിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, കിഡ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. നാട്ടിലുള്ളവർക്ക്, അതായത് എൻ്റെ വീട്ടിലുള്ളവർക്കും ഇക്കാടെ വീട്ടിലുള്ളവർക്കൊക്കെ ഉള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ലേബർ പെയിന് വരുമ്പം ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും പെയിനൊന്നുമില്ല, ചെറിയൊരു ബാക്ക് പെയിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പം വേറൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. ഇപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
അപ്പോൾ ഡോക്ടറെ കണ്ട ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് എമർജൻസി ലേബർ റൂം എന്നാണ് പറഞ്ഞത്. കാരണം ഡെലിവറി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് പെയിനൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് ലേബർ റൂം റെഡിയാക്കുവാണ്. ഇപ്പം മക്കളിരിക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ മാത്രമേ കിഡ്സിന് അലൗഡ് ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് അൽഹംദുലില്ലാ ലേബർ റൂം വരുന്നത്. അപ്പം ഈ ഡോറ് കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് ലേബർ റൂമുകളാണ്. അപ്പോൾ UAE മിക്ക ഹോസ്പിറ്റലുകളിലും ഓരോ റൂമായിട്ടാണ്, ഓരോരുത്തർക്കും ഓരോ റൂമായിട്ടാണ് ലേബർ റൂം വരുന്നത്, അല്ലാണ്ട് വാർഡായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനും ലേബർ റൂമിൻ്റെ അകത്തേക്ക് അലൗഡാണ്. അപ്പം മക്കൾക്ക് കയറാൻ പറ്റില്ല. പക്ഷേ എന്തായാലും വിസിറ്റിംഗ് റൂമും ലേബർ റൂമും അടുത്തടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മക്കൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെയാണല്ലോ, 11 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ മൊത്തം, ഇതിൻ്റെ അകത്തേക്ക് മൊത്തം ലേബർ റൂമുകളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ലേബർ റൂം ഉണ്ടല്ലോ, ഇതാണ് അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയത്, നമ്മുടെ ലേബർ റൂമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള ലേബർ റൂം ആയതുകൊണ്ട് കുട്ടികൾക്കും ഇടയ്ക്കൊന്ന് വന്ന് പോവാം, അത്ര സൗകര്യം കിട്ടി. അതൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇക്കാക്കേൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, കുറച്ച് ദൂരമാണ് ലേബർ റൂമെങ്കിൽ. അപ്പോൾ ഞാൻ ലേബർ റൂമിൻ്റെ അകത്തേക്ക് കയറി. എനിക്കിപ്പോഴും പെയിനൊന്നും ഇല്ല കേട്ടോ. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഈ ലേബർ റൂമിൽ തന്നെ. അതായത് ബേബി കെയറിങ്ങും വാഷ്റൂമും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് കയറിയ സമയത്ത് ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിനൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇക്കയുടെ ഉമ്മ പറഞ്ഞത് കേട്ട് നമ്മൾ വന്നത് എത്രമാത്രം നന്നായി എന്നൊക്കെ മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ പെയിന് വന്നിട്ട് വേണ്ടി വരും ഞാൻ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്, അപ്പം ബുദ്ധിമുട്ടല്ലേ. പിന്നെ മാഷാ അല്ലാഹ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണിത്. പിന്നെ രാത്രി ഒരു 9:15 ആയപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞത്. ഡെലിവറി കഴിഞ്ഞ പാടെ റോസു ആദ്യം എന്നെയാണ് കാണാൻ വന്നത്, എന്നിട്ടാണ് ബേബീൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. പെട്ടെന്ന് എന്താ ഉണ്ടാവുക എന്നുള്ളൊക്കെ ഒരു ടെൻഷനായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായി. അതിന് ശേഷമാണ് ഒരു ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഡെലിവറി സമയം ഒരു 9:15 രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയത് അന്നത്തെ ദിവസം നല്ല തിരക്കുമായിരുന്നു റൂമിനൊക്കെ, കാരണം 2 ഹോസ്പിറ്റലും കൂടി ഒരുമിച്ചാക്കിയല്ലേ. അപ്പോൾ അതുകൊണ്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത് ഏകദേശം പുലർച്ചെ 2:30 ആ ഒരു സമയത്താണ് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. മക്കളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഫുഡ് അന്ന് രാത്രി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം കഴിഞ്ഞപ്പം ഫുഡ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ വേഗം ഇക്ക പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്നു. കാരണം രാത്രി ആരും കാര്യമായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുള്ള ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതും രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് അവിടെ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പേഷ്യൻറ്റിന് പോലും. അപ്പോൾ അതൊക്കെ ഒന്ന് കരുതി വെക്കണം നമ്മൾ. പിന്നെ രാവിലെയൊക്കെ അവർ ഫുഡ് കൊണ്ടുവന്നു തന്നു കേട്ടോ. ഞാൻ മെറ്റർണിറ്റി ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊന്നും കൊണ്ടുപോകണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരുടെയും ഇതും കേട്ടിട്ട് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കേണ്ട, എല്ലാതും നമുക്ക് യൂസ്ഫുൾ ആകും. ഞാൻ എക്സ്ട്രാ സാധനങ്ങൾ വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എല്ലാതും ഉപയോഗപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനുള്ള ഫുഡാട്ടോ. അപ്പം രാത്രി കിട്ടാത്തതുകൊണ്ട് തന്നെ രാവിലെ കാര്യമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി കിട്ടാത്തത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഷവർമ്മയൊക്കെ ആയിരുന്നു ആ സമയത്ത്, അർദ്ധരാത്രിയിൽ 12 മണിക്ക് ഷവർമ്മയൊക്കെ ആയിരുന്നു നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്നത്, അതായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നാണ് ബ്രെഡ്, ജാം, കുറച്ച് നട്ട്സൊക്കെ, അതൊക്കെ ഉപകാരത്തിൽപ്പെട്ടു. ഇത് പിന്നെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചിട്ടുള്ള താഴെ തന്നെ കിട്ടുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. അന്നേ ദിവസം ഭയങ്കര തിരക്കായതുകൊണ്ട് റൂംസൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സിംഗിൾ റൂമാണ്. അപ്പോൾ അതിൽ പേഷ്യൻറ്റിനൊരു കട്ടിലുണ്ട്, പിന്നെ ഒരു സോഫയാണ് ബൈസ്റ്റാൻഡറിന് കൊടുക്കുന്നത്. അപ്പോൾ മക്കൾക്ക് എടുക്കാനുള്ള സ്പേസ് ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പുതപ്പ് ജസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പുതപ്പ് നിലത്ത് വിരിച്ചിട്ടാണ്, ഒരു തലയണയും വെറുതെ കൊണ്ടുവന്നതാണ്. അതൊക്കെ ഉപകാരത്തിൽപ്പെട്ടു. ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നാട്ടിലാണ്, ഇവിടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉപകാരത്തിൽപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് എക്സ്ട്രാ ആയിട്ട് വെറുതെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം, വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോകാമല്ലോ.
പിന്നെ ഇത് ഉച്ചത്തേക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനുള്ള പ്രൊവൈഡ് ചെയ്തതാണ് കേട്ടോ. ഹോസ്പിറ്റലിലത്തെ പേഷ്യൻറ്റിൻ്റെ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെയാണ്, കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ആയിരുന്നു. ഇത് പിന്നെ ഇക്കാക്കും മക്കൾക്കും താഴ്ന്ന് ഇക്ക വാങ്ങിച്ചിട്ടുള്ള ഫുഡ് കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അതും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലതും. രാത്രിത്തെ ഫുഡ് മാത്രമാണ് പേഷ്യൻറ്റിന് കിട്ടാഞ്ഞത്. അത് കാരണം അവർ പറഞ്ഞു ലേറ്റ് ആയതുകൊണ്ട് കിട്ടാഞ്ഞതാണെന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ. പിന്നെ അപ്പം രാത്രി ഡെലിവറിക്കൊക്കെ പോകുന്നവർ എക്സ്ട്രാ ഫുഡൊക്കെ ഒന്ന് കരുതുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ലൈറ്റായിട്ട് ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ബാക്കി എല്ലാതും കറക്റ്റ് ടൈമിൽ തന്നെ ചായയും ഡിന്നർ വരെ നമ്മൾ ഉച്ചത്തേക്ക് തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡിന്നർ വരെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് പേഷ്യൻറ്റിനുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കാണിച്ചിരുന്നത് കസ്തൂരി ഡോക്ടറായിരുന്നല്ലോ. പക്ഷേ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ ഭയങ്കര ബിസി ആയതുകൊണ്ട് വേറെ ഏതോ ഒരു പേഷ്യൻറ്റ് ഒരു എമർജൻസി കേസ് വന്നതുകൊണ്ട് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടറിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൂടെ എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. കാരണം എൻ്റെ ഇത് കേട്ടിട്ട് കുറേ പേര് കസ്തൂരി ഡോക്ടറെ ഇതാക്കി. നല്ല ഡോക്ടറൊക്കെ തന്നെയാണ്, പക്ഷേ ഡോക്ടർക്ക് ആ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് വരാൻ പറ്റില്ല. വേറൊരു ഡോക്ടറായിരുന്നു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ചിലപ്പോൾ ആ സമയത്തേക്ക് വരാൻ പറ്റില്ല എന്ന്. ഇത് നമ്മൾ പോരാൻ നേരം തന്ന ഡിന്നറാട്ടോ എനിക്കുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഡിന്നർ കൊണ്ടുവന്നത്. അപ്പം മക്കൾ കഴിച്ചു അത്. പിന്നെ അതുപോലെ ബേബിക്കുള്ള ഡ്രസ്സ്, പാമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ചില ഹോസ്പിറ്റലിൽ മാത്രമേ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ കൊണ്ടുപോയ എല്ലാ ഡ്രസ്സും ബേബിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, എല്ലാതും ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചില ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് വിചാരിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ വൈപ്സ്, അതുപോലെ ബേബി പാമ്പേഴ്സ്, മാറ്റർണിറ്റി പാഡ്സ്, അതൊക്കെ കൊണ്ടുപോകാൻ നോക്കുക. എല്ലാം യൂസ്ഫുൾ ആകും. പിന്നെ അതുപോലെ ടോയ്ലറ്ററീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും, പക്ഷേ അതൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കൊണ്ടുപോകാം, വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. നേരത്തെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് നമ്മൾ ഡിലേ ആയിപ്പോയി. അപ്പോൾ കുറേ പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം, കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ഗേളാണ്, 3200 വെയിറ്റ്. ജൂൺ 10th ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടും പ്രാർത്ഥന കൊണ്ടൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലി ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഇടാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല, ചാൻസ് ഇല്ല എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കഴിഞ്ഞ വീഡിയോ ഒന്ന് മനസ്സിലായി. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ പെട്ടെന്നല്ല എപ്പോഴെങ്കിലുമൊക്കെ വരാം. താങ്ക്